അങ്ങനെ ഡ്യൂറൻ കപ്പിലെ നിരാശയ്ക്കു ശേഷം ISLലെ ആദ്യ പോരാട്ടത്തിനിറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് ആരാധകർക്ക് ഓണസമ്മാനത്തിന് പകരം വീണ്ടും നിരാശ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കളി പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ സ്ലോ ആയി തന്നെയാണ് തുടങ്ങിയതും ആദ്യ പകുതി അവസാനിച്ചതും. ഓണം ആഘോഷിക്കാൻ സ്റ്റേഡിയത്തിലെത്തിയ ആരാധകർക്ക് തീർത്തും നിരാശ തന്നെയായിരുന്നു ആദ്യ പകുതി. രണ്ടാം പകുതി ചെറിയ രീതിയിൽ നോഹിലൂടെയുള്ള നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് തുടക്കമിട്ടെങ്കിലും താരങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും പ്രശ്നങ്ങളും അണ്ടർസ്റ്റാൻഡിംഗ് പ്രശ്നങ്ങളും മിസ് പാസിംഗിലൂടെ വ്യക്തമായിരുന്നു. ഫൈനൽ തേർഡിൽ ബ്ലാസ്റ്റേഴ്സ് അമ്പേ പരാജയമായിരുന്നു. ലൂണയുടെ വിടവ് തീർച്ചയായും മത്സരത്തിൽ ഒരു ക്രിയേറ്റീവ് പ്ലേയുടെ കുറവ് കാണിച്ചു തന്നു. ഒടുവിൽ അവസാന മിനിറ്റുകളിൽ മലയാളി യുവ ഡിഫൻഡർ സഹീഫിൽ നിന്നും വന്ന ഒരു വലിയ മിസ്റ്റേക്ക് പെനാൽറ്റി വഴങ്ങിയ ബ്ലാസ്റ്റേഴ്സ് ദിമിക്ക് പകരക്കാരനായി വന്ന ഹെസൂസ് ഹിംനസിന്റെ തകർപ്പൻ ഹെഡിംഗ് ഗോളിലൂടെ ഒപ്പമെത്തിയെങ്കിലും അവസാന നിമിഷം വലിയ ഡിഫൻസീവ് എറർ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഗോൾ വഴങ്ങി 2-1 എന്ന തോൽവി വഴങ്ങുകയായിരുന്നു. മത്സരത്തിൽ നോഹ്, കോയഫ്, വിപിൻ, പ്രീതം തുടങ്ങിയ താരങ്ങളുടെ മികച്ച കളി കാണാൻ കഴിഞ്ഞെങ്കിലും ഒരു ക്രിയേറ്റീവ് ടീം പ്ലേയുടെ കുറവ് ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്നുണ്ട്. താരങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പിന്നെ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം സെറ്റാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ലൂണയില്ലാതെ ക്രിയേറ്റീവ് പ്ലേ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഓണ ദിവസം ബ്ലാസ്റ്റേഴ്സിനെ പിന്തുണയ്ക്കാൻ ഓണസമ്മാനവും പ്രതീക്ഷിച്ച് വന്ന ആരാധകർക്ക് വീണ്ടും നിരാശ നൽകിയ ബ്ലാസ്റ്റേഴ്സിനും മാനേജ്മെന്റിനും നമോവകം. അവസാനം രാഹുൽ KP ലൂക്ക മജിസനെ ഇടിച്ചു തെറിപ്പിച്ച സീൻ ആയിരുന്നു രാഹുൽ നിന്നും ഇന്ന് ആകെ ഇഷ്ടമായ ഒരു നീക്കം. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.